ഇന്ന് നല്ല അടിപൊളി ഒരു പിടിയും വറുത്തരച്ച ചിക്കൻ കറിയുടെയും റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും അളവും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും കുറച്ച് ഉപ്പും ജീരകപ്പൊടിയും കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ച് ഉപ്പിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ടത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അരിപ്പൊടി ചേർത്ത് നമ്മൾ വാട്ടി കുഴയ്ക്കണം. അപ്പം ഇതിന് വേണ്ടുന്ന വെള്ളം എന്തേരം വേണം, അരിപ്പൊടി എന്തേരം വേണം എന്നുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വാട്ടി കുഴയ്ക്കുക. ഇച്ചിരി ചൂടായിരിക്കും, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കൈ പൊള്ളാതെ കുഴയ്ക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. അതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെക്കുക. ആ ഒരു ആവിയും കൂടെ ചെന്ന് അത് കറക്റ്റായിട്ട് കുഴഞ്ഞ് ഒന്ന് വെന്ത് വരും. അതുവരെ ഒന്ന് മൂടി വെക്കുക. അതിന് ശേഷം ചിക്കൻ എടുത്ത് അതിലേക്ക് ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരല്പം മുളക് പൊടി, ഒരല്പം ചിക്കൻ മസാല ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെക്കണം. ഒരുപാട് മസാലകൾ ചേർക്കരുത്, കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വറുത്തരച്ച മസാലയാണ്. സോ അതുകൊണ്ട് മുളക് പൊടിയും സാധാരണ നമ്മൾ ചിക്കൻ കറി ചേർക്കുന്നതിലും ഒരു പൊടി താന്ന് നിന്നാൽ മതി. അതിനുശേഷം തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് തേങ്ങ എടുക്കുക. അതിലേക്ക് കറുവ, ഗ്രാമ്പൂ, ഏലയ്ക്ക, കുരുമുളക്, പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും വേണം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. പകുതി മൂപ്പായി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് മുളക് പൊടിയും ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കുറച്ച് മതി, കാരണം നമ്മൾ കറുവയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കുക. അപ്പം മീൻവയൽ നമ്മുടെ പിടിയുടെ ഇത് റെഡി ആയിട്ട് കാണും. അപ്പോൾ അത് പതിയെ നമുക്ക് ഉണ്ടയാക്കി നമ്മളൊരു പാത്രത്തിൽ ഒരു കാൽപാത്രം വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക, ഉപ്പിട്ടിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടയാക്കി ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടാൽ മതി, കുറച്ച് ഉണ്ടയാക്കിയതിന് ശേഷം. അതിനുശേഷം ആ സമയം തന്നെ നമുക്ക് ചിക്കൻ കറിയും റെഡിയാക്കാനായിട്ട് വെക്കാം. ഇത് അമ്മ ഉണ്ടയാക്കുന്ന കേട്ടോ, കാരണം അമ്മയ്ക്കാകുമ്പോൾ കറക്റ്റ് നല്ല ഷേപ്പിൽ വരും അമ്മയുടേത്. ഇപ്പുറം ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി സവോള ഇട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ മൂപ്പിച്ചെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ സാധാരണ ചേർക്കുന്നതിലും ഒരു പടി കുറച്ച് നിന്നാൽ മതി. അതിനുശേഷം ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് 1 തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് ഉടച്ചെടുക്കണേ. ഈ സമയം നമ്മൾ ആ വെള്ളത്തിലേക്ക് ഉണ്ടയിട്ടല്ലോ, ആ ഉണ്ടയിൽ കാൽഭാഗം വെള്ളം ഒഴിച്ചുള്ളൂ. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് 3-ാം പാല്, തേങ്ങയുടെ 3-ാം പാല് വേണം പിഴിഞ്ഞ് ചേർക്കാനായിട്ട്. അതിൽ കിടന്ന് നന്നായിട്ടുണ്ട വേവണം. പകുതി വെള്ളവും പകുതി തേങ്ങയുടെ 3-ാം പാലും, അങ്ങനെ ഒരു കണക്കിലാണേ. അപ്പം അതവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റിയും വരും, അതേസമയം ഉണ്ട വേവുകയും ചെയ്യും. ഈ സമയത്ത് നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് റെഡിയാക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന കണ്ടില്ലേ. അതിന് ശേഷം നമ്മുടെ അതിലേക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. മീൻവെയിൽ നമ്മുടെ പിടിയൊന്ന് നോക്കിയേക്കണേ, അടി പിടിച്ച് പോവാതെ. നമുക്ക് ഒത്തിരി കുത്തി ഇളക്കാൻ പറ്റുകയില്ല, അന്നേരത്തേക്ക് ഉണ്ട ഉടഞ്ഞു പോവും. അതുകൊണ്ട് കുത്തി ഇളക്കാതെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2-ാം പാലും കൂടെ ചേർത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ കൈ കൊണ്ട് പാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. സമയം ചിക്കൻ കറിയും നോക്കുക. ചിക്കൻ കറിയിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് വെള്ളം തൊടാതെ അരച്ചെടുത്തത് ഇതിലേക്ക് ഒരു ചിക്കൻ പകുതി വേവാകുമ്പോൾ ചേർത്ത് കൊടുക്കണേ. അന്നേരം തന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ചൂടായിട്ടുണ്ടായിരുന്നു, പിടി ചൂടായിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മൾ തലപ്പാലും കൂടെ ചേർത്ത് ഉപ്പ് ആവശ്യത്തിനാണോ എന്ന് നോക്കിയിട്ട് തലപ്പാൽ ചേർത്ത് തലപ്പാൽ ചൂടായി വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്യുക. തലപ്പാൽ തിളയ്ക്കാൻ പാടില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അത്ര ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ് പിടിയും വറുത്തരച്ച ചിക്കൻ കറിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.